നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണിത്, മുഗളായി ചിക്കൻ കറി. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ബൗളിൽ കഴുകി ക്ലീനാക്കിയ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ തൈരും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1 നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് ടൈമൊന്ന് മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത സവാള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർക്കാം. കൂടെ തന്നെ 1 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ചെറിയ ജീരകം, കുരുമുളക് എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലക്ക് അതിൽ പിടിച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലോട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കറിയൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ ടൈമിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചമുളകും മല്ലിയിലയും കൂടി തൂവി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നാൻ, ചപ്പാത്തി, പൊറോട്ട അതുപോലെ റൈസിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.